പീസീന കോൺഫറൻസിൻ്റെ അവസാന രാത്രിയുടെ അവസാന മണിക്കൂറിലേക്ക് നമ്മൾ പോവുകയാണ്. അതിൻ്റെ ലോക്കൽ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവുകളെല്ലാം അതിൻ്റെ വൈൻഡപ്പ് സെഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ വിജയത്തിന് ശേഷം കൂടെയിറങ്ങുന്ന ഒരു സമയമാണിപ്പോൾ. ആത്മാർത്ഥമായിട്ട് സഹകരിച്ച ഒത്തിരി പ്രവർത്തകർ നീണ്ട ദിവസങ്ങൾ രാത്രിയും പകലും ഉറങ്ങാതെ വേർപ്പൊഴുക്കി അധ്വാനിച്ചതിൻ്റെ ഫലം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ നിന്ന് ലഭിക്കുവാൻ തക്ക ഇടയായിത്തീർന്നു. ഇങ്ങനെയുള്ള എല്ലാ പ്രവർത്തകർക്കും ഉള്ള നന്ദി അവരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇംഗ്ലീഷ് സെഷൻ നടക്കുന്ന സമ്മേളന സ്ഥലത്ത് നിരവധി സ്റ്റാളുകളാണ്, നിരവധി പേരാണ് അതിൻ്റെ അകത്ത് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. നോർത്ത് അമേരിക്കൻ മലയാളി പെൻഡക്കോസ്റ്റൽ സിംഗിൾസ് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ സ്റ്റാളാണിത്. പെൻഡക്കോസ്റ്റൽ മലയാളികളായിരിക്കുന്ന സിംഗിൾസ് ആയിരിക്കുന്നവർക്ക് അതെ അവരുടെ ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനായിട്ടുള്ള അവസരങ്ങളാണ് ഒരുക്കി തരുന്നത്. ക്യാൻ യു എക്സ്പ്ലെയിൻ ടു ദിസ് ഓഡിയൻസ് വാട്ട് ഈസ് NAM? വാട്ട് ഈസ് നോർത്ത് അമേരിക്കൻ NAMS is a platform for North American Pentecostal singles, especially who wants to find a spouse. So this platform is geared towards people from ages 23 and up who are intentional, who wants to find a spouse. So if you're interested, please go to namsconnect.com and please create a profile. And in a few days, we'll have the site live where you can see all of the profiles that have signed up, especially the people here at the event. Thank you. വീണ്ടും ഇതൊരു സ്റ്റാളാണ്. അതിൻ്റെ പ്രവർത്തകരെല്ലാം മീറ്റിങ്ങിൽ പങ്കെടുക്കുകയാണ്. ഇവിടെ ഏതാണ്ടെല്ലാം ഇതടുത്തൊരു സ്റ്റാള് ദർശ അക്കാഡമി പ്രവർത്തകരിവിടെ ഇല്ല. അടുത്ത സ്റ്റാളിൽ പല സാധനങ്ങളാണ് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത്. These all are for sale, right? Yeah. നിരവധി സാധനങ്ങൾ ഇവിടെ വിൽപ്പനയ്ക്കായിട്ട് വെച്ചിട്ടുണ്ട്. പ്രവർത്തകർ അല്ലെങ്കിൽ പാർട്ടിസിപ്പൻസ് അത് ഉപയോഗിക്കുമെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന കൗണ്ടർ TICI ലേണിംഗ് കമ്മ്യൂണിറ്റി ഗ്യാതറിംഗ് ബൈബിൾ പഠനത്തിന് വേണ്ടിയിട്ടുള്ള സംഭവമാണ് അല്ലേ? ഓക്കെ. Joshua, can you please explain to us a little bit about what you are going to do here? Sure. The Thriving Immigrant Congregations Initiative seeks to come alongside immigrant churches and help them find ways to flourish and thrive with a missional impact on the surrounding area and internationally. It's a great initiative. We welcome you to be a part. Thank you. ഇത് InterVarsity ക്രിസ്ത്യൻ ഫെലോഷിപ്പിൻ്റെ സ്റ്റാളാണ്. പ്രവർത്തകരുടെ സ്ഥലത്തില്ല. അടുത്ത സ്റ്റാൾ എന്ന് പറയുന്നത് ലീ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റാൾ ഇവിടെയുണ്ട്. ലീ കോളേജിൽ പഠിക്കുന്നതിനുള്ള അവസരങ്ങളും അതിന് സാധ്യതകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ധാരാളം ബ്രോഷറുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഇതാണ് ലീ യൂണിവേഴ്സിറ്റിയുടെ കിങ്ഡം കൾച്ചർ അവരുടെ സ്റ്റാളാണിത്. കിങ്ഡം കൾച്ചർ സ്റ്റാളിൻ്റെ അകത്ത് ചില സാധനങ്ങൾ വിൽപ്പനയ്ക്കായിട്ട് വെച്ചിട്ടുണ്ട്. സെല്ല് വഴി വിൽപ്പനയ്ക്കുണ്ട്. എറൈസ് ആൻഡ് ഷൈൻ ഫോർ ജീസസ് അവരുടെ സ്റ്റാള് ഇവിടെ പ്രവർത്തിക്കുന്നു. ICPFൻ്റെ സ്റ്റാളിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ICPFൻ്റെ സ്റ്റാൾ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ICPFൻ്റെ സ്റ്റാള് വീണ്ടും പ്രവർത്തിക്കുന്നു. ഇവിടെ ഒരു ചെറിയ കൺഫ്യൂഷൻ എനിക്കുണ്ടാകുന്നു. ICPF USA എന്ന് പറയുന്ന സ്റ്റാളുണ്ട്. മറ്റൊരു സ്ഥലത്തും ICPFൻ്റെ മറ്റൊരു സ്റ്റാൾ, 2 സ്റ്റാളാണ് ICPF ഈ സമയത്ത് പ്രവർത്തിക്കുന്നത്. എ ഹോളിസ്റ്റിക് അപ്രോച്ച് ടു ഹെൽത്ത് സൈമൺ വെൽനസ് അവരുടെ സ്റ്റാള് ഉണ്ട്. അവരുടെ ബാർകോഡുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് അറിയണമെങ്കിൽ ORU അതിൻ്റെ സ്റ്റാളാണ് ഇപ്പോൾ ഇവിടെ പ്രവർത്തിക്കുന്നത്. ORU ഓറൽ റോബർട്ട് യൂണിവേഴ്സിറ്റി റൈറ്റ് അതിൻ്റെ സ്റ്റാളാണ്. ആൻഡ് യു ആർ ഇൻ ചാർജ് ഓഫ് ദി സ്റ്റാൾ. ക്യാൻ യു എക്സ്പ്ലെയിൻ ടു us what is this? Sure. This is Oral Roberts University, also known as ORU, and we are based in Tulsa, Oklahoma. We are a spirit-empowered school and we offer about 150 programs. God's doing some amazing things and we want to welcome you to be a part of it. Yes. Thank you so much. മറ്റേ ചില സ്റ്റാളുകൾ കൂടെ ഇവിടെയുണ്ട്. ലീഡിങ് എ ക്രൈസ്റ്റ് ചൈൽഡ് ടു ക്രൈസ്റ്റ്
അവരുടെ സ്റ്റാൾ ഇവിടെ പ്രവർത്തിക്കുന്നു, പ്രവർത്തകരില്ല. This is Santosh. How are you, Santosh? Can you say a few words about our PC now? Let me say one thing. The Santosh Stephenson is the main person behind all the medias. It's, he's actually PCNAC website. He's updating PCNAC website all the time, and he's doing a lot of things behind the scene. And he said he don't want to, spread his name, but he's doing everything is glory of the Lord. So can you explain to us a little bit about what you're doing now? Yeah, so this PCNAC has been such a big blessing. I've been in a lot of PCNACs, but I've never seen worship and the truth of God's word being preached like this, like never before. I do believe that God is moving in our children, and I pray that we continue to make this move. Amen. Amen. Thank you. നമ്മുടെ സ്റ്റാളിൽ ഇപ്പം നമ്മൾ നിൽക്കുന്നത് റൈസ് ആൻഡ് ഷൈൻ ഫോർ ജീസസ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. നമ്മുടെ പാസ്റ്റർ ജോസഫിൻ്റെ ഡോട്ടർ ഇൻ ലോ. Can you explain to us your name and what you're doing here? Yeah, my name is Shana Joseph, and I am here because I'm a first-time author. I wrote a children's book that ministers to children about the love that God has for them specifically. Then He put something special inside each of them to impact the world. If they stay close to Jesus, they can impact the world with what He's put inside them. All right. Yeah, Thank you, Shana. And I know your husband is our security chief of this meeting. He is. He's very doing a busy good keeping job. everybody safe. Right. Thank you, Shana. Thank you. Okay, thank you. അങ്ങനെ 40ാമത്തെ PCNAC കോൺഫറൻസിൻ്റെ സമാപന സമയത്തിൽ എത്തിയിരിക്കുകയാണ്. സ്റ്റാളുകളെല്ലാം വീണ്ടും സജീവമാകുന്നു. മീറ്റിംഗ് അവസാനിക്കുന്നു. വലിയൊരു ജനക്കൂട്ടമാണ് മലയാള സെഷനിന് വെളിയിലേക്ക് കടന്നു വരാനായിട്ട് റെഡിയായി നിൽക്കുന്ന. ഇംഗ്ലീഷ് സെഷനും ആരാധനയുടെ സജീവമായിരിക്കുന്ന ഒരു തലത്തിൽ നിൽക്കുകയാണ്. ഇപ്പോൾ സമയം 9:30 അടുക്കുന്നു. പക്ഷേ ഈ കോൺഫറൻസ് ഇന്ന് രാത്രിയിലെ മീറ്റിംഗ് എങ്ങനെ അവസാനിക്കും, എപ്പോഴവസാനിക്കും നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റാത്ത രീതിയിൽ 2 ഓഡിറ്റോറിയത്തിലും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന അനേക വിശ്വാസികൾ ആരാധനയിൽ സഹകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ സ്റ്റാൻലി ജോസഫ് ഫ്രം ഡാലസ്. ഹായ്, ഹൗ ആർ യു സർ? ഗുഡ്. അങ്ങനെ നിരവധി പേരാണ് ഈ കൺവെൻഷനിൽ പങ്കെടുത്തുകൊണ്ട് ഇരിക്കുന്നത്. ഓഡിറ്റോറിയത്തിൻ്റെ 1ാമത്തെ സെക്ഷൻ മലയാള ഡിവിഷനിൽ നിന്നുള്ള മീറ്റിംഗ് അല്പസമയത്തുള്ള അവസാനിക്കുന്നതാണ്. അതിനുശേഷം ഈ വർഷത്തെ 40ാമത് PCNAC കോൺഫറൻസിൻ്റെ അവസാനത്തെ രാത്രിയിലെ മീറ്റിംഗ് ആശീർവാദം പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ ചില മണിക്കൂറുകൾ മാത്രമാണ് ഇന്ന് രാത്രി ഉള്ളത്. നാളെ പകലത്തെ ആരാധന 8 മണിക്ക് ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. 8 മണിക്ക് ആരംഭിക്കുന്ന ആരാധന 11:30 മണിയോടുകൂടെ സമാപിക്കും. ആയിരക്കണക്കിന് ജനങ്ങൾ പങ്കെടുക്കുന്ന കത്തുറുമേശയോടുകൂടിയാണ് സമാപിക്കുന്നത്. നാഷണൽ കൺവീനർ പാസ്റ്റർ ജോർജ് കെ സ്റ്റീഫൻസൺ ആരാധനയ്ക്ക് ഉദ്ഘാടനം ചെയ്യും. അങ്ങനെ ഈ വർഷത്തെ കോൺഫറൻസ് ചരിത്രത്തിൻ്റെ ലിപികൾ എഴുതി ചേർക്കുന്ന ഒരു വലിയ കോൺഫറൻസായിട്ട് മാറിക്കഴിഞ്ഞു. ഈ കോൺഫറൻസിലേക്ക് പങ്കെടുത്തിരിക്കുന്ന ആയിരക്കണക്കിന് വിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രസംഗിച്ച 100 കണക്കിന് ചെറുപ്പക്കാരെ സുവിശേഷത്തിന് വേണ്ടി വാർത്തെടുത്ത ഒരു വലിയ കൺവെൻഷൻ മാറുക. ഇവിടെ പലര് മീറ്റിങ്ങിൽ പങ്കെടുത്തു. ലിസി, കോട്ടയം സ്വദേശിയായ ലിസി ജെയിംസ്, അവർ ഈ മീറ്റിങ്ങിൽ പങ്കെടുത്തു. വലിയ പ്രയാസങ്ങളുണ്ടെങ്കിലും ഈ കോൺഫറൻസിൽ അതുപോലെ തന്നെ ഹോട്ടലിൽ പങ്കെടുത്ത് പ്രാർത്ഥന നേടുവാനിടയായി തീർന്നു. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ 100 കണക്കിന് രോഗികൾ ഈ കൺവെൻഷനിൽ പങ്കെടുത്ത് രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥന അപേക്ഷിച്ച ചരിത്ര മുഹൂർത്തമാണ് നമ്മൾ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. 2026 PCNAC കോൺഫറൻസ് ചരിത്രത്തിൻ്റെ ഏടുകളിൽ എഴുതി ചേർത്തുകൊണ്ട് അവസാനിക്കുവാൻ ചില മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മളിപ്പോൾ മുമ്പോട്ട് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. വീണ്ടും കോൺഫറൻസിൻ്റെ സമാപന സമയത്തേക്ക് നമ്മൾ ഇവിടെ കടന്നു വന്നു കഴിഞ്ഞു. അനേകര മീറ്റിംഗ് കഴിഞ്ഞ് സന്തോഷപൂർവ്വം അവർ ഓഡിറ്റോറിയത്തിൽ നിന്ന് മടങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രാർത്ഥനയ്ക്ക് വേണ്ടി പലരും മുമ്പോട്ട് കടന്ന് ചെല്ലുന്നുണ്ട്. അപ്പോൾ തന്നെ പ്രാർത്ഥനയ്ക്ക് ശേഷം അവരവരുടെ മുറികളിലേക്ക് മടങ്ങിപ്പോകുന്ന 100 കണക്കിന് വിശ്വാസികളാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത് മലയാള സെഷൻ അവസാനിച്ചെങ്കിലും ഇംഗ്ലീഷ് സെഷൻ അവസാനിച്ചിട്ടില്ല.
ആ സമ്മേളനം, ആ മീറ്റിംഗ് എപ്പോൾ അവസാനിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. എങ്കിലും അല്പം വൈകിയാണെങ്കിലും മലയാളത്തിൻ്റെ സെഷൻ ഇവിടെ അവസാനിക്കുന്നു. നൂറുകണക്കിന് വിശ്വാസികൾ അവരുടെ ഭവനത്തിലേക്ക്, അവരുടെ റൂമിലേക്കൊക്കെ മടങ്ങിപ്പോകുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വർഷത്തെ PCNA കോൺഫറൻസ് ചരിത്രത്തിൻ്റെ ഏടുകളിലേക്ക് എഴുതി ചേർത്തുകൊണ്ട് അല്പ മണിക്കൂറുകൾക്കുള്ളിൽ ഇത് സമാപിക്കുമ്പോൾ പാസ്റ്റർ ജോർജ് കെ സ്റ്റീഫൻസൺ നേതൃത്വം നൽകിയ ഈ കൺവെൻഷൻ ആയിരക്കണക്കിന് ജനങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ, വിശ്വാസത്തോടെ, പ്രാർത്ഥനയോടെ പങ്കെടുത്ത എല്ലാ വിശ്വാസികളെയും നാഷണൽ കമ്മിറ്റിയുടെ ഭാരവാഹികൾ നന്ദി രേഖപ്പെടുത്തുന്ന ചില ചരിത്ര മുഹൂർത്തത്തിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. നാളെ രാവിലെ 8 മണിക്ക് പ്രധാന കോൺഫറൻസ് സ്റ്റേഡിയത്തിൽ ആരംഭിക്കുന്ന സഭായോഗത്തോടുകൂടെ PCNAക്കിൻ്റെ അവസാനത്തെ സമ്മേളനം ആരംഭിക്കുകയാണ്. നാളെ രജിസ്ട്രേഷൻ നിർബന്ധമല്ല എന്ന നാഷണൽ കൺവീനർ വേദിയിൽ പ്രസ്താവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആയിരക്കണക്കിന് ജനങ്ങളെയാണ് നാളത്തെ ആരാധനയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി നമ്മൾ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ വർഷത്തെ കോൺഫറൻസ് അവസാനിക്കുവാൻ അനേക കോൺഫറൻസുകളിൽ പങ്കെടുത്ത പാസ്റ്റർ ജോയി എബ്രഹാം, പാസ്റ്റർ ജോയ് ജോസഫ് എന്നിവരോട് നിൽക്കുന്നു. ചിക്കാഗോയിൽ നടന്ന ആദ്യത്തെ PCNA കോൺഫറൻസ്, വർഷം ഞാൻ ഓർക്കുന്നില്ലെങ്കിലും 1988 ചിക്കാഗോയിൽ ആദ്യത്തെ PCNA കോൺഫറൻസ് നടക്കുന്നത്. ആ കോൺഫറൻസിൻ്റെ കൺവീനർ പാസ്റ്റർ ജോയ് ജോസഫ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു. 2 മിനിറ്റ്. ഓക്കെ, വളരെ ആഗ്രഹത്തോടുകൂടി തുടങ്ങി വെച്ചതായ ഓക്ലഹോമയിലെ കോൺഫറൻസ് അതിന് ഒരു വലിയ തടസ്സമുണ്ടായി. ന്യൂയോർക്കുകാരെല്ലാം കൂടെ അവിടെ കൂടാൻ തുടങ്ങി. പടിഞ്ഞാറുള്ളവരെല്ലാം കൂടെ ഇത് 2 സ്പ്ലിറ്റായി അത് ഒന്നിച്ചാക്കാനായിട്ട് ഞാൻ കേപ്പ് മേയിൽ പോയി ഒന്നിച്ചാക്കി. അതിൻ്റെ ഫലമായിട്ട് ഇന്ന് അനുഗ്രഹകരമായിട്ട് ഈ കോൺഫറൻസ് 40ാമത്തേൽ വരുന്നു. എന്നാൽ തുടങ്ങി വെച്ചെടുത്തു നിന്ന് ഒത്തിരിയേറെ ഡീവിയേറ്റ് പോയിട്ടുള്ളത് കൊണ്ടാണ് ഇനിയും ഞാൻ ഈ കോൺഫറൻസിന് വരുന്നില്ല എന്നുള്ളത്. പക്ഷേ അത് അതുപോലെ കീപ്പ് ചെയ്യാനല്ല, ഇതിന് ശ്രദ്ധ ക്ഷണിക്കുന്നതിന് വേണ്ടി ഞാൻ വിളിച്ചതാണ്. കാരണം ഉപദേശത്തിൽ നിന്ന് വ്യതിചലിച്ചു, ശേഷമുള്ള പ്രവർത്തനങ്ങളിൽ വ്യതിചലിച്ചു. അതുകൊണ്ട് അതിനൊക്കെ ഒരു മാറ്റം വന്നിട്ട് ഇതൊരു നല്ല ഡീവിയേഷനിലേക്ക് പോകണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് മഹത്വം. ജോയിച്ചാൽ ഇപ്പോൾ എത്ര വയസ്സായെന്നാണ് പറഞ്ഞു? 86 വയസ്സുള്ള ദൈവഭൃത്യരാണ് ടെന്നസിയിൽ നിന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. ടെന്നസിയല്ല, അറ്റ്ലാന്റയിൽ നിന്ന് എത്തിയിരിക്കുന്ന ഈ കോൺഫറൻസിൽ പങ്കെടുക്കുവാൻ അനേക രാജ്യങ്ങളിൽ സുവിശേഷ പ്രവർത്തനം. ഇപ്പോൾ പക്ഷേ ജോയി എബ്രഹാം നമ്മളോടൊപ്പം ചേരുന്നു. അച്ഛന PCNA കോൺഫറൻസിൻ്റെ ചെയർമാനായി പല സമയം പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ PCNAക്കിൻ്റെ ആദ്യ കോൺഫറൻസ് മുതൽ ഞാൻ സംബന്ധിച്ച ഒരാളാണ്. 8ാമത്തെ കോൺഫറൻസ് ഫ്ലോറിഡയിൽ വെച്ചാണ് നടന്നത്. അതിൻ്റെ നാഷണൽ കൺവീനറായിട്ട് പ്രവർത്തിക്കാൻ കർത്താവ് എനിക്ക് കൃപ ചെയ്തു. ദൈവമായ കർത്താവ് ഈ കോൺഫറൻസിനെ 300-ൽ നിന്ന് ആയിരക്കണക്കിന് ആളുകൾ സംബന്ധിക്കുന്ന ചിക്കാഗോ കോൺഫറൻസിൽ കടന്നു വരുവാൻ എല്ലാവർക്കുമിടയായി അനുഗ്രഹിക്കപ്പെട്ട സമ്മേളനം, ദൈവകൃപ, വലിയ ഉണർവ് എല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സംഘാടകരെ, നേതൃത്വം നൽകുന്നവരെ, സംബന്ധിക്കുന്നവരെ, പ്രവർത്തിച്ചിട്ടുള്ളവരെ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നല്ല നാളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. താങ്ക് യു. 2 ജോയി പാസ്റ്റർമാർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. PCNAക്കിൻ്റെ കഴിഞ്ഞ കാല ചരിത്രത്തിൽ കൺവീനറായിട്ട് പ്രവർത്തിച്ചവരാണ്. ഇതിൻ്റെ ആരംഭകാലത്തിൽ, അതിൻ്റെ ശൈശവ സമയങ്ങളിൽ പ്രവർത്തിച്ച ദൈവദാസന്മാർ വാർദ്ധക്യ ആ സമയത്തേക്ക് വന്നെങ്കിലും PCNAക്കിൻ്റെ വലിയ വളർച്ച കണ്ട് സന്തോഷിപ്പാൻ അവർക്ക് ഇടയാകുന്ന ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഒരു സെക്കൻഡ്. പാസ്റ്റർ ജോസഫ് ബില്ലി ഇപ്പോൾ നമ്മളോട് ചേരുന്നു. അച്ഛൻ PCNAക്കിൻ്റെ കൺവീനറായിട്ട് നേരത്തെ പ്രവർത്തിച്ചിട്ടുണ്ട്. PCNAക്കിൻ്റെ കൺവീനറായിട്ട് പ്രവർത്തിച്ചിട്ടില്ല. ഫാമിലി കോൺഫറൻസിൻ്റെ പ്രവർത്തിച്ചിട്ടുണ്ട്. പല കൺവെൻഷൻ ഈ PCNAക്കിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇന്നത്തെ അവസാനത്തെ രാത്രിയിലെ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷനായിരുന്നു അദ്ദേഹം. ചില വാക്കുകൾ നമ്മളോട് സംസാരിക്കും. ഈ PCNAക്കിനെ കുറിച്ച് അച്ഛൻ്റെ അഭിപ്രായമുണ്ട്. ഷിക്കാഗോയിൽ നടക്കുന്ന 3ാമത്തെ PCNAക്കാണ്. ഈ PCNAക്ക് ജനപങ്കാളിത്തം കൊണ്ടും ആത്മീയ സന്ദേശങ്ങൾ കൊണ്ടും ക്രമീകരണങ്ങൾ കൊണ്ടൊക്കെ വളരെ ശ്രദ്ധേയമായ, അനുഗ്രഹീതമായ ഒരു നല്ല കോൺഫറൻസായിട്ട് PCNAക്കിൻ്റെ 40 വർഷത്തെ കോൺഫറൻസുകളിൽ പ്രത്യേകം ശ്രദ്ധിക്കപ്പെടേണ്ടുന്ന ഒരു കോൺഫറൻസായി ഈ കോൺഫറൻസിനെ കാണാനായിട്ട് സാധിക്കും. സംഘാടകരെ നാഷണൽ ലെവലിലും പ്രത്യേകിച്ച് ലോക്കൽ സഹോദരന്മാരെയൊക്കെ പ്രത്യേകമായിട്ട് അനുമോദിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കും. താങ്ക് യു.
ഇപ്പോൾ നമ്മുടെ കൂടെ പാസ്റ്റർ മാത്യു ഷാമിൽ ചേരുന്നു. അമേരിക്കയിലുള്ള ഇൻഡിപെൻഡൻറ്റ് സഭകളുടെ പ്രസിഡന്റാണ് പാസ്റ്റർ മാത്യു ഷാമുവൽ. അദ്ദേഹം ഒട്ടുമിക്ക സമ്മേളനങ്ങളിലും സംബന്ധിച്ചിട്ടുണ്ട്. ഈ സമ്മേളനത്തിലൂടെ അച്ഛൻ്റെ അഭിപ്രായങ്ങളെക്കുറിച്ചൊന്ന് പറയാം. വളരെ നന്നായി ക്രമീകരിക്കപ്പെട്ട മീറ്റിംഗ് ആയിരുന്നു. പ്രോഗ്രാം കഴിഞ്ഞ വർഷങ്ങളിലേക്കാളൊക്കെ വ്യത്യസ്തമായ രീതിയിൽ ക്രമീകരിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. പല സെഷനുകളിലായി വ്യത്യസ്തമായ രീതികളിൽ വിവിധ ടോപ്പിക്കുകൾ എടുത്ത് സംസാരിക്കുവാൻ, ഡിസ്കസ് ചെയ്യുവാൻ, കാലാനുസൃതമായി ദൈവസഭ, ദൈവവിശ്വാസം, സമൂഹം കടന്നു പോകുന്ന വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാൻ, പഠിക്കുവാൻ, മനസ്സിലാക്കുവാനൊക്കെയുള്ള നല്ല വേദികൾ ഈ കൺവെൻഷനിൽ ഒരുക്കി എന്നുള്ളത് വളരെ സന്തോഷകരമായ അനുമോദിക്കേണ്ട വിഷയമാണ് എന്ന് ഞാൻ പ്രത്യേകം ഓർപ്പിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിലാണ് മീറ്റിങ്ങുകൾ തുടക്കം മുതൽ ഈ നിമിഷം വരെയും പോയത്. ദൈവത്തിൻ്റെ വലിയ കൃപ ലീഡർഷിപ്പിനോട് ഉണ്ടായിരുന്നതിനാൽ സ്തോത്രം. വീണ്ടും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു അച്ഛാ. റിമിയുടെ പ്രസിഡന്റ് ഡോക്ടർ സജി ലൂക്കോസ് നമ്മളൊപ്പം ചേരുന്നു. Can you say a few words about the PCNAC? This is a great conference, sir. Thank you, great speakers. ഇന്നത്തെ ജോയുടെ മെസ്സേജ് is so powerful, faithful. We need to pass what we received from the Lord to the next generation. Thank you, and God bless everyone. And listen, and what we hear it, and apply into our lives and pass on to the next generation. Thank you, Dr. Saji Lucas. Pastor Alexander Philip ഇപ്പോൾ നമ്മളൊപ്പം ചേരുന്നു. നാട്ടിൽ എവിടെയാണ് വീട്? ഞാനിപ്പം ചെങ്ങന്നൂർ മാവേലിക്കര റീജിയൻ്റെ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ പാസ്റ്ററായിട്ട് സേവനം. ആദ്യമായിട്ടാണോ PCNAC പങ്കെടുക്കുന്നത്? അല്ലല്ല, നേരത്തെ പങ്കെടുത്തിട്ടുണ്ട്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു മീറ്റിംഗ് ആയിരുന്നു. സംബന്ധിപ്പാനിടയായതിൽ ഞങ്ങൾക്ക് കുടുംബമായിട്ട് വന്ന് സംബന്ധിക്കാനിടയായതിൽ സന്തോഷിക്കുന്നു. തീർച്ചയായിട്ടും. താങ്ക് യു. PCNAC ചരിത്രത്തിൽ വളരെ അറിയപ്പെടുന്ന ആളാണ് ലൂയിസ് ഊട്ടി, പ്രൊഫസർ ഡോക്ടർ CT ലൂയിസ് ഊട്ടി. CT ലൂയിസ് ഊട്ടി PCNAC കോൺഫറൻസിൻ്റെ സജീവമായിരിക്കുന്ന മുഖ്യ പ്രാസംഗികനായി ദീർഘനാളുകൾ നമ്മുടെ അമേരിക്കയിലുണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം കേരളത്തിലാണ്. ചില വാക്കുകൾ PCNAC കുറിച്ച് ലൂയിസ് ഊട്ടിക്കാണെന്ന് പറഞ്ഞാൽ. അനേകരെ യുവതി യുവാക്കന്മാരെ ഒരു കാലത്ത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിച്ചു. ഇന്ന് ഇവിടെ വന്നപ്പോൾ ഒരുപാട് പേരും കണ്ടിട്ട് പഴയ കാര്യങ്ങളൊക്കെ പറയുകയും ദൈവം സഹായിക്കുന്ന വഴികൾ ഓർക്കുകയും ചെയ്യുന്ന ചിലരുടെ ജീവിതത്തിൽ വളരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിച്ചു. അതിൽ സന്തോഷിക്കുന്നു. താങ്ക് യു. വീണ്ടും ഇന്നത്തെ മുഖ്യ പ്രാസംഗികനായിരുന്ന പാസ്റ്റർ ജോ തോമസ് കാണുവാനും പ്രാർത്ഥിക്കുവാനുമായിട്ട് അനേകർ ഇവിടെ നിൽക്കുകയാണ്. പല PCNAC കഴിഞ്ഞുള്ള പ്രധാനപ്പെട്ട വേദിയിൽ ഇന്ന് രാത്രിയിലെ മീറ്റിംഗിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ടോം ബറീസ് ചേരുകയാണ്. ടോം ബറീസിൻ്റെ ഒരു പ്രത്യേകതയുള്ള ഈ 40 PCNAC ചരിത്രത്തിൽ 2 എക്സിക്യൂട്ടീവ് പൊസിഷൻ, 3 എക്സിക്യൂട്ടീവ് പൊസിഷൻ എടുത്ത ആളാണ്. അദ്ദേഹമാണ് യൂത്ത് ഡയറക്ടറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്, നാഷണൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്, നാഷണൽ ട്രഷററായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരാൾ ഇന്ന് ചിക്കാഗോയിലില്ല, അമേരിക്ക തന്നെ ഇല്ല. 40 വർഷത്തെ PCNAC. ടോം ഫ്രം കാനഡ, ചില വാക്കുകൾ പറഞ്ഞാൽ. ഈ 40ാമത് കോൺഫറൻസിൽ വരുവാൻ, ഇത്രയും അനുഗ്രഹിക്കപ്പെട്ട കോൺഫറൻസിൽ സംബന്ധിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഷിക്കാഗോയിൽ നടന്ന 2ാമത് കോൺഫറൻസിൽ പാസ്റ്റർ മാമച്ചാനോട് ചേർന്ന് യൂത്ത് കോർഡിനേറ്ററായി പ്രവർത്തിച്ച്, പിന്നെ ഫിലഡൽഫിയയിൽ നടന്ന ഏറ്റവും നല്ലൊരു വലിയ കോൺഫറൻസിൻ്റെ ട്രഷററായും
സൗത്ത് കരോളൈനയിൽ നടന്ന കോൺഫറൻസ് സെക്രട്ടറിയായും പ്രവർത്തിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിൽ ലഭിച്ച സന്തോഷത്തെ ഞാൻ ഈ സമയം ഓർക്കുന്നു. ഈ 40ാമത് കോൺഫറൻസിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും നേരുന്നു. പ്രത്യേകിച്ച് എൻ്റെ സ്നേഹിതൻ കുര്യൻ ഫിലിപ്പിനോട് ചേർന്ന് ഈ സമയം ലഭിച്ചത് ഞാൻ വളരെ സന്തോഷിക്കുന്നു. PYPയിലും ഒക്കെ ഞങ്ങൾക്ക് ഒന്നിച്ച് നാട്ടിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞു. ഇവിടെ നടന്ന കോൺഫറൻസുകൾക്കൊക്കെയും സംബന്ധിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. എല്ലാവിധ നന്മകളും കടന്നു വന്ന എല്ലാവർക്കും നേരുന്നു. അതോടെ 41ാമത് കോൺഫറൻസ് ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, പ്രത്യാശിക്കുന്നു. താങ്ക് യു ടോം. മുമ്പ് പറഞ്ഞ പോലെ PC NACന്റെ ചരിത്രത്തിൽ നാഷണൽ നാഷണൽ സെക്രട്ടറി, നാഷണൽ ട്രഷറർ, യൂത്ത് ഡയറക്ടർ ഇങ്ങനെ 3 പദവികൾ വഹിച്ച് ഇന്ന് ആകെപ്പാട് ഒരൊറ്റ മലയാളിയേ ഉള്ളൂ. അതാണ് കാനഡയിൽ നിന്നുള്ള ടോം വർഗീസ്. താങ്ക് യു. ഇപ്പം നമ്മളോട് ചേർന്നത് പാസ്റ്റർ ബെൻ ജോൺസൺ. ഇതിനു മുമ്പ് പല പ്രാവശ്യം PC NACന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പ്രവർത്തിച്ചിട്ടുണ്ട്, നാഷണൽ ചെയർമാനായി പ്രവർത്തിച്ചിട്ടുണ്ട്, യൂത്തിൻ്റെ ചുമതല വഹിച്ചിട്ടുണ്ട്. PC NACന്റെ സ്പന്ദനമറിയാവുന്ന ഒരു ചെറുപ്പക്കാരനായ പാസ്റ്റർ ബെൻ ജോൺസൺ നമ്മളോടൊപ്പം ചേരുന്നു. PC NACനെ കുറിച്ച് ചില വാക്കുകൾ. നോർത്ത് അമേരിക്കയുടെ പെന്തക്കോസ്ത് സമൂഹത്തിൻ്റെ ഒരു ഐക്യവേദിയായ PC NAC എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹം തന്നെയാണ്. ഈ രാജ്യത്ത് കടന്നു വന്ന് ഇവിടെ കുടിയേറി പാർക്കുന്ന എല്ലാവർക്കും അനുഗ്രഹ വിഷയമായിട്ടുള്ള ഈ കൂട്ടായ്മ അത് ഓരോ വർഷവും അധികമായി പുരോഗമിച്ചു വരുന്നു. ഇതിൽ വളരെ പ്രഗത്ഭരായിട്ടുള്ള നേതൃത്വം ഇതിൽ കൂടെ വളർന്നു വരുന്നുണ്ട്. അതിൽ ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു. അപ്രകാരമുള്ള ഒരു ശുശ്രൂഷയെ ദൈവം മാനിച്ചതോർത്ത് ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. താങ്ക് യു പാസ്റ്റർ. ഇപ്പം നമ്മളോട് ചേർന്ന IPC മിഡ് വെസ്റ്റ് റീജിയൻ സെക്രട്ടറി പാസ്റ്റർ ബെന്നി പാപ്പച്ചൻ നമ്മളോടൊപ്പം ചേരുന്നു. ഈ വർഷത്തെ PC NACന് ചിക്കാഗോയിൽ വന്നതിന് നന്ദി. ചില വാക്കുകൾ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കോൺഫറൻസിൽ സംബന്ധിക്കുവാൻ അവസരം ലഭിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾ കുടുംബമായിട്ട് ഒക്ലഹോമയിൽ നിന്നും കടന്നു വരുവാനിടയായി. ഇതിൻ്റെ നേതൃത്വം വഹിക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ ക്രമീകൃതമായ രീതിയിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു. അതോർത്ത് ഇത് കണ്ട് സന്തോഷിക്കുവാൻ, നല്ല മെസ്സേജ് കേൾക്കുവാനൊക്കെ ദൈവം അവസരം നൽകി. അപ്പോൾ തന്നെ ഒക്ലഹോമയിൽ നടക്കുന്ന അടുത്ത കോൺഫറൻസിലേക്ക് ഞങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു പാസ്റ്റർ ബെന്നി പാപ്പച്ചൻ. IPC മിഡ് വെസ്റ്റ് റീജിയൻ്റെ സെക്രട്ടറി പാസ്റ്റർ ബെന്നി പാപ്പച്ചനാണ് ഇപ്പോൾ നമ്മളോട് സംസാരിക്കുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് പാസ്റ്റർ റോയി വാഗത്താനം. അനേക വർഷങ്ങൾ PC NACന്റെ ചരിത്രത്തിൽ പല ശുശ്രൂഷ നേടിയിട്ടുണ്ട്. നാഷണൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത വർഷത്തെ IPC നോർത്ത് അമേരിക്കൻ ഫാമിലി കോൺഫറൻസിൻ്റെ ചെയർമാൻ കൂടിയാണ്. ഒർലാൻഡോയിൽ വെച്ച് നടക്കുന്നത്. ഇപ്പോൾ പാസ്റ്റർ റോയി വാഗത്താനം നമ്മളോട് സംസാരിക്കും. 40ാമത് PC NACൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. നല്ല ക്രമീകരണങ്ങൾ, നല്ല താമസ സൗകര്യങ്ങൾ, മൊത്തത്തിൽ പറഞ്ഞാൽ വളരെ മികച്ച ഒരു കോൺഫറൻസ് ആയിരുന്നു 40ാമത്. ജനകീയ പങ്കാളിത്തം പ്രതീക്ഷിച്ചതിനേക്കാളൊക്കെ അപ്പുറമായുള്ള വിശ്വാസികളുടെ പങ്കാളിത്തം ഇതിൽ ശ്രദ്ധേയമായിരുന്നു. അതിലൊരു പ്രധാന കാര്യമായി ഞാൻ കാണുന്നത് ഈ PC NAC 2 വർഷത്തിലൊരിക്കലെന്നുള്ള തീരുമാനമെടുത്തതിന് അതിൽ ജനങ്ങൾ വളരെ അതിനെ ഉൾക്കൊണ്ടു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇതിന് നേതൃത്വം നൽകിയ പാസ്റ്റർ സ്റ്റീഫൻസൺ ആൻഡ് ടീമിനെ ഞാൻ അനുമോദിക്കുന്നു. കൂടാതെ അടുത്ത വർഷം PC NAC ഇല്ലാത്ത വർഷമാണ്. അപ്പോഴാണ് ഇതേ സെയിം ടൈമിലാണ് IPC ഫാമിലി കോൺഫറൻസ് 21ാമത് ഫാമിലി കോൺഫറൻസ് ഒർലാൻഡോ ഹിൽട്ടൺ ഹോട്ടലിൽ നടക്കുന്നത്. നിങ്ങളെ ഞാൻ അതിലേക്ക് ക്ഷണിക്കുകയും കൂടി ചെയ്യുന്നു. താങ്ക് യു. ഇനി നമ്മളോടൊപ്പം ചേരുന്ന പാസ്റ്റർ തേജസിൻ്റെ ലാസ്റ്റ് നെയിം പാസ്റ്റർ തേജസ് തോമസ്. 41ാമത്തെ PC NAC കോൺഫറൻസിൻ്റെ നാഷണൽ കൺവീനറായി കഴിഞ്ഞ രാത്രി തിരഞ്ഞെടുക്കപ്പെട്ടു. അടുത്തതിൻ്റെ പിന്നത്തെ വർഷം 2028 ഒക്ലഹോമയിൽ വെച്ച് നടക്കുന്ന 41ാമത് PC NAC കോൺഫറൻസിൻ്റെ നാഷണൽ ചെയർമാനാണ്. ചില വാക്കുകൾ ഇപ്പോൾ പറയുന്നത്. വളരെ അനുഗ്രഹപ്പെട്ട ഒരു കോൺഫറൻസിൽ പങ്കാളികളാകുവാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്ന് വളരെ അഭിമാനമാണ്. ഇവിടെ നടന്ന കോൺഫറൻസിൽ ഒക്ലഹോമ പട്ടണം അടുത്ത കോൺഫറൻസ് നടത്തുവാൻ തിരഞ്ഞെടുത്ത് ഞങ്ങൾ അതിസന്തോഷവാനാണ്. ഇവിടെ നടക്കുന്ന എല്ലാ ആത്മീയ മീറ്റിങ്ങുകളും ഞങ്ങൾക്ക് വളരെ പ്രചോദനമാണ്. ഈ വരുന്ന കോൺഫറൻസിൽ നല്ലൊരു ഇതേ അനുഭവം അവിടെയും കൊണ്ടുവരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ സംഘാടകർക്കെല്ലാം വളരെ അഭിനന്ദനങ്ങൾ ഞങ്ങൾ 41ാമത്തെ കോൺഫറൻസിൽ ഞങ്ങൾ നേരുന്നു. താങ്ക് യു.